ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത്. ബുദ്ധൻ്റെ ജ്ഞാനം. നമസ്കാരം. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന രണ്ട് ആളുകളിൽ ഒരാൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുമ്പോൾ മറ്റൊരാൾ നിരാശയിലും വിഷമത്തിലുമാകുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള ഉത്തരം പുറത്തല്ല, അത് അവരുടെ മനസ്സിലാണ്. ബൗദ്ധ ദർശനം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മഹത്തായ സത്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത് സംഭവങ്ങളല്ല, അവയെക്കുറിച്ച് നാം ചിന്തിക്കുന്ന രീതിയാണ്. ഇന്ന് ബുദ്ധൻ്റെ ജ്ഞാനത്തിലൂടെ നമ്മുടെ ചിന്തകൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സാണ് എല്ലാത്തിൻ്റെയും ആരംഭം. ഒരു വീടിൻ്റെ അടിത്തറ ശക്തമാണെങ്കിൽ ആ വീട് കാറ്റിനെയും മഴയെയും അതിജീവിക്കും. അതുപോലെ മനസ്സ് ശക്തമാണെങ്കിൽ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെയും നമുക്ക് അതിജീവിക്കാം. നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ ക്രമേണ നമ്മുടെ വിശ്വാസങ്ങളാകുന്നു. വിശ്വാസങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നു. തീരുമാനങ്ങൾ നമ്മുടെ ശീലങ്ങളാകുന്നു. ശീലങ്ങൾ ഒടുവിൽ ജീവിതത്തെ നിർമ്മിക്കുന്നു. അതുകൊണ്ട് ഓരോ ചിന്തയ്ക്കും വിലയുണ്ട്. നെഗറ്റീവ് ചിന്തകൾ ജീവിതത്തെ ബന്ധിക്കുന്നു. എനിക്ക് കഴിയില്ല, ഞാൻ പരാജിതനാണ്, എൻ്റെ ജീവിതത്തിൽ ഒന്നും നന്നായി നടക്കില്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അവ സത്യമല്ലെങ്കിലും സത്യമായി തോന്നി തുടങ്ങും. ഭയം വർദ്ധിക്കും, ആത്മവിശ്വാസം കുറയും, അവസരങ്ങൾ മുന്നിലുണ്ടെങ്കിലെന്ന് അവ കാണാതെ പോകും. ജീവിതത്തെ മാറ്റുന്നത് ആദ്യം സാഹചര്യങ്ങളല്ല, ചിന്തകളാണ്. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല. ബുദ്ധൻ്റെ ഉപദേശങ്ങളിൽ നിന്ന് പഠിക്കാവുന്ന ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്നാണിത്. മനസ്സിലൂടെ കടന്നു പോകുന്ന ഓരോ ചിന്തയും നിങ്ങളല്ല. ആകാശത്തിലൂടെ ഒഴുകുന്ന മേഘങ്ങളെ പോലെയാണ് ചിന്തകൾ. അവ വരും, കുറച്ചു നേരം നിൽക്കും, പിന്നീട് പോകും. എന്നാൽ അവയെ പിടിച്ചു നിർത്തണോ വിട്ടയക്കണോ എന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. എല്ലാ ചിന്തകളെയും വിശ്വസിക്കേണ്ടതില്ല. എല്ലാ ഭയങ്ങളെയും പിന്തുടരേണ്ടതില്ല. മനസ്സിനെ പരിശീലിപ്പിക്കാം. നിങ്ങൾ ശരീരം ശക്തമാക്കാൻ വ്യായാമം ചെയ്യുന്നു, പക്ഷേ മനസ്സിനെ ശക്തമാക്കാൻ എന്താണ് ചെയ്യുന്നത്? ഓരോ ദിവസവും കുറച്ച് മിനിറ്റ് നിശബ്ദമായിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനസ്സിൽ ഉയരുന്ന ചിന്തകളെ വിധിക്കാതെ നിരീക്ഷിക്കുക. ഇതാണ് മൈൻഡ്ഫുൾനെസ്. ഈ ചെറിയ പരീക്ഷണം പോലും നിങ്ങളുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. പോസിറ്റീവ് ചിന്തകൾ പുതിയ ജീവിതം സൃഷ്ടിക്കുന്നു. ഓരോ ദിവസവും നിങ്ങളോട് നിങ്ങൾ പറയുക, എനിക്ക് പഠിക്കാം, ഞാൻ വളരുകയാണ്, ഓരോ പരാജയവും എന്നെ ശക്തനാക്കുന്നു, ഇന്നത്തെ ദിവസം പുതിയൊരു അവസരമാണ്. ഈ ചെറിയ വാക്കുകൾ ക്രമേണ നിങ്ങളുടെ മനസ്സിനെ മാറ്റും. മാറിയ മനസ്സ് മാറിയ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കും. മാറിയ പ്രവർത്തനങ്ങൾ പുതിയ ജീവിതം സൃഷ്ടിക്കും.
വർത്തമാന നിമിഷത്തിൽ ജീവിക്കുക. നമ്മുടെ വിഷമങ്ങളിൽ പലതും ഇന്നില്ല. അത് ഇന്നലെക്കുറിച്ചുള്ള പശ്ചാത്താപമോ നാളെക്കുറിച്ചുള്ള ഭയമോ ആണ്. പക്ഷേ ജീവിതം സംഭവിക്കുന്നത് ഈ നിമിഷത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ ശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയ തീരുമാനമെടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം മാറ്റി തുടങ്ങാം. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവില്ല. പക്ഷേ അവയോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ മനസ്സിനെ മാറ്റുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. കാഴ്ചപ്പാട് മാറുമ്പോൾ തീരുമാനങ്ങൾ മാറും. തീരുമാനങ്ങൾ മാറുമ്പോൾ ജീവിതവും മാറും. അതിനാൽ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കൂ. നെഗറ്റീവ് ചിന്തകളുടെ അടിമയാകരുത്. അറിവും കരുണയും സമാധാനവും നിറഞ്ഞ മനസ്സ് വളർത്തൂ. കാരണം നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം രൂപപ്പെടുത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടൂ. ഇത്തരത്തിലുള്ള ജീവിതം മാറ്റുന്ന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. സുഖമായിരിക്കൂ. സമാധാനത്തോടെ ജീവിക്കും.